ഇസ്രായേൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ അവർ വധിച്ചിരിക്കുന്നു. ഇറാൻ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അലി ഖൊമേനിയുടെ മരണത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുകയാണ് അവരുടെ ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മരണം. സുപ്രീം സുരക്ഷാ ലീഡർ അൽ ലാറി ജാനി മാത്രമല്ല, ഇന്റലിജൻസ് മന്ത്രി ഇസ്മയിൽ ഖത്തീബിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന്റെ പക വീട്ടാൻ വേണ്ടി, ഇതിന്റെ നിരാശ മാറുന്നതിന് വേണ്ടി ഇറാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഖത്തറിനും സൗദിക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇത് വലിയ പ്രതിസന്ധി. UAE-ക്കെതിരെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഖത്തറിനോട് സഹകരിച്ചാണ് പോയിക്കൊണ്ടത്. ഖത്തറിലേക്ക് ആക്രമണം ഉണ്ടാവാറുണ്ടെങ്കിലും അമേരിക്കൻ കേന്ദ്രങ്ങളെയാണ് അവർ ആക്രമിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് അവർ ഇപ്പോൾ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടുകൂടി ഖത്തറും സൗദിയും ഇറാന് നേരെ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നു. കാരണം ഖത്തറിനും സൗദിക്കും ഒരു ഇളവുണ്ടായിരുന്നു. കുഴപ്പമുണ്ടാക്കണ്ട, ഇതിങ്ങനെ പോട്ടെ എന്നതായിരുന്നു, പ്രത്യേകിച്ച് ഖത്തറിൽ. എന്നാൽ ഖത്തർ ആകെ കലിപ്പിലായി. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഖത്തറിന്റെ സാമ്പത്തിക അവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിൽ പ്രകൃതിവാതക ശുദ്ധീകരണ കേന്ദ്രങ്ങളൊക്കെ തച്ചുടയ്ക്കാൻ ഇറാൻ ഇറങ്ങിയതോടെ ഖത്തർ കലിപ്പിലാണ്. ഖത്തർ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. അതായത് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ഖത്തറും സൗദിയും UAE-യും ഒക്കെ ചേരുന്ന സാഹചര്യം ഉണ്ടാവും. പണ്ട് യമനെതിരെ ഇവരൊക്കെ ഒരുമിച്ചതാണ്. അതേ തരത്തിലുള്ള ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെടുന്നു. ഇറാൻ ശക്തമായി പ്രതിരോധിക്കുന്നു പറയുമ്പോഴും ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർ പ്രതിരോധിക്കുന്നുണ്ട്, അവർ ശക്തമായി ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭ്രാന്ത് പിടിച്ചുള്ള, അതായത് രക്ഷപ്പെടില്ല തങ്ങൾ എന്ന് ബോധ്യമായപ്പോൾ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണമാണ് അയച്ചുവിടുന്നത്. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇറാന്റെ മേൽ ആക്രമിച്ചാൽ ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു പോകും. ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. ഇറാൻ അത്തരം സാഹചര്യം ഒരുക്കുകയാണ്.